ॐ सहना भवतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ॐ शान्ति शान्ति शान्तिः। हरि ഓം. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 19ാമത്തെ സൂത്രമാണ്. ബ്രഹ്മസൂത്രത്തിൽ ആദ്യത്തെ അധ്യായം, ആദ്യത്തെ പാദം, 6ാമത്തെ അധികരണം. ഇവിടെ ആനന്ദമയം എന്ന് തൈത്രീയോപനിഷത്തിൽ ഒരു ഭാഗത്തിൽ വരുന്നത് അത് ആനന്ദമയ കോശത്തിനെയല്ല സൂചിപ്പിക്കുന്നത്, മറിച്ച് ആനന്ദമയം ആയ ബ്രഹ്മനെയാണ്. അപ്പോൾ ഇവിടെ ചോദ്യം വരുന്നത് ഈ മയ എന്നുള്ള പ്രത്യയം, അതായത് മയ എന്നുള്ള സഫിക്സ് എന്ന് പറയുന്നത്, അത് ആ പ്രത്യയം ഉപയോഗിക്കുന്നത് കൊണ്ട് ഇവിടെ അത് ആനന്ദമയ കോശം തന്നെയല്ലേ എന്നുള്ളതാണ് ഇവിടെ ചോദ്യം. അപ്പോൾ അതിന് അത് അങ്ങനെയല്ല എന്ന് പറയുന്നു. അപ്പോൾ അവിടെ പറയുന്നത്, ഇതിനു മുമ്പ് നമ്മൾ കണ്ട വാക്യം, തസ്മാത് അതിനാൽ, ശ്രുതി അന്തരെ വേറെ ഒരു ശ്രുതിയിൽ, അതായത് മറ്റൊരു ഉപനിഷത്തിൽ വിജ്ഞാനം ആനന്ദം ബ്രഹ്മ എന്ന് പറയുന്നു. അത് ബൃഹദാരണ്യക ഉപനിഷത്തിലാണ്. വിജ്ഞാനം ആനന്ദം ബ്രഹ്മ, ബ്രഹ്മൻ എന്ന് പറയുന്നത് വിജ്ഞാനം ആണ്, അതായത് ബോധ രൂപമാണ്, ആനന്ദ രൂപമാണ്. ഇതി ആനന്ദ പ്രാതിപദികസ്യ ബ്രഹ്മണി. അങ്ങനെ ആനന്ദത്തിനെ കുറിച്ച് തെളിയിക്കുന്ന അല്ലെങ്കിൽ ആനന്ദത്തിനെ കുറിച്ച് സൂചിപ്പിക്കുന്ന ബ്രഹ്മണി, ആനന്ദമായിരിക്കുന്ന അല്ലെങ്കിൽ ആനന്ദത്തിനെ സൂചിപ്പിക്കുന്ന ബ്രഹ്മനിലാണ് ഈ വാക്കിനെ ഇങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നത്. പ്രയോഗ ദർശനാത്, അതായത് ബ്രഹ്മൻ എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ ഈ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്, ആനന്ദമയ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ തൈത്രീയ ഉപനിഷത്തിൽ തന്നെ വേറൊരു ഭാഗത്തിൽ യദേശ ആകാശ ആനന്ദോ ന സ്യാത്, അതായത് അത് ഇല്ലെങ്കിൽ ഈ ആകാശത്തിൽ അല്ലെങ്കിൽ സ്പേസ് എന്ന് പറയുന്നതിൽ ഒരിക്കലും ആനന്ദം ഉണ്ടായിരുന്നിരിക്കില്ല എന്ന് ഇത്യാദി ബ്രഹ്മവിഷയ പ്രയോഗ. അത് ബ്രഹ്മനെ കുറിച്ച് അല്ലെങ്കിൽ ബ്രഹ്മൻ്റെ കാര്യത്തിനെ കുറിച്ച് പറയുമ്പോഴാണ് അങ്ങനെ പറയുന്നത്, ആനന്ദം എന്ന് പറയുന്നത്. നതു ആനന്ദമയ അഭ്യാസ, പക്ഷെ അതൊരിക്കലും ആനന്ദമയ കോശത്തിനെ അഭ്യാസം എന്ന് വെച്ചാൽ ആവർത്തിച്ച് പറയുന്നത്. അപ്പോൾ അത് ഒരിക്കലും ആനന്ദമയ കോശത്തിനെ കുറിച്ച് വീണ്ടും പറയുന്നതല്ല. ഇതി അങ്ങനെ അവഗന്തവ്യം, നമ്മൾ മനസ്സിലാക്കണം. യഹതു അയം മയഡ് അന്തസ്യൈവ ആനന്ദ ശബ്ദസ്യ അഭ്യാസഃ. ഇനി ഇവിടെ മയഡ് അന്ത്, അതായത് മയഡ് പ്രത്യയ എന്ന് പറയും. ആനന്ദമയ, വിജ്ഞാനമയ, ജ്യോതിർമയ, ജ്ഞാനമയ എന്ന് പറയുമ്പോൾ ആ മയ എന്നുള്ള അക്ഷരങ്ങൾ വരുന്നുണ്ടല്ലോ അവസാനം, അതിനെ സംസ്കൃത വ്യാകരണത്തിൽ മയഡ് പ്രത്യയ എന്ന് പറയും. അപ്പോൾ ഇവിടെ ഈ മയഡ് പ്രത്യയം, മയഡന്തസ്യ, ഈ മയഡ് പ്രത്യയമാണ് അവസാനത്തിൽ വരുന്നത്. ആനന്ദം എന്നുള്ള വാക്കിൻ്റെ അവസാനത്തിൽ, ആനന്ദ എന്നുള്ള വാക്കിൻ്റെ അവസാനത്തിൽ ആനന്ദമയ എന്നാണ് വരുന്നത്. തസ്യേവ ആനന്ദ ശബ്ദസ്യ അഭ്യാസഃ. അപ്പോൾ അവിടെ ഈ മയഡ് എന്ന് വരുമ്പോൾ അതിൽ ഈ ഒരു ഭാഗത്തിൽ, അതായത് ഇപ്പോൾ ഉദ്ധരിക്കാൻ പോകുന്ന തൈത്രീയ ഉപനിഷത്തിൻ്റെ ഭാഗത്തിൽ ആനന്ദമയ കോശത്തിനെ കുറിച്ച് തന്നെയാണ് വീണ്ടും വീണ്ടും പറയുന്നത്. അതെന്താണ്? ഏതം ആനന്ദമയം ആത്മാനം ഉപസംക്രാമതി.
ഏതം ആനന്ദമയം ആത്മാനം ഉപസംക്രാമതി. ഇത്, ഈ ആനന്ദമയം, അത് ആത്മാവിനെ തടയുന്നു. ആത്മാവിനെ തടയുന്നു. അപ്പം അങ്ങനെ പറയുമ്പോൾ ഇവിടെ ആനന്ദമയ കോശത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് അന്നമയ, പ്രാണമയ, മനോമയ, വിജ്ഞാനമയ, പിന്നീട് ആനന്ദമയ കോശത്തിനെയാണ് ഇവിടെ അത് സൂചിപ്പിക്കുന്നത്. ഏതം ആനന്ദമയം ആത്മാനം ഉപസംക്രാമതി. ഈ ആനന്ദമയമായിരിക്കുന്ന കോശം അത് ആത്മാവിനെ തടയുന്നു. തടയുന്നു എന്ന് വെച്ചാൽ ആത്മാവിനെ മറച്ച് വച്ചിരിക്കുന്നു. ഇതി, അങ്ങനെ. ന തസ്യ ബ്രഹ്മവിഷയത്വം അസ്തി. അതിന് പക്ഷേ അതിൻ്റെ വിഷയം, ഈ ആനന്ദമയ എന്ന് ഇവിടെ വരുന്ന ഈ ആനന്ദമയ എന്നുള്ള വാക്കിന് അതിൻ്റെ അർത്ഥം ബ്രഹ്മനല്ല. അപ്പോൾ അത് തന്നെയാണ് പ്രശ്നം. ഇവിടെ കുഴപ്പം വരുന്നതിന് കാരണം എന്താണ്? തൈത്തിരീയ ഉപനിഷത്തിൽ 5 കോശങ്ങളെ കുറിച്ചും വിശദമായി പറയുന്നുണ്ട്. അപ്പോൾ ആ 5 കോശങ്ങളെ കുറിച്ച് പറയുമ്പോഴും അവസാനം ആനന്ദമയ കോശത്തിനെ ആനന്ദമയം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അങ്ങനെ ഇരിക്കെ പിന്നീട് ബ്രഹ്മനെ കുറിച്ച് പറയുമ്പോഴും ആനന്ദമയ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നു. അങ്ങനെ ഉപയോഗിക്കുമ്പോഴാണ് കുഴപ്പം വരാൻ കാരണം. അതാണ് കുഴപ്പം വരാൻ കാരണം. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ ഈ ആനന്ദമയം എന്ന് പറയുന്നത് അത് ബ്രഹ്മനെയാണോ സൂചിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അത് ആനന്ദമയ കോശത്തിനെയാണോ സൂചിപ്പിക്കുന്നത്? കാരണം അതാണല്ലോ കുറേ നേരം തൈത്തിരീയ ഉപനിഷത്തിൽ പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് അതിനെയാണോ സൂചിപ്പിക്കുന്നത് എന്നുള്ള ഒരു കുഴപ്പമാണ്. അതിനെയാണ് ഇവിടെ ഭഗവത്പാദ ശങ്കരാചാര്യദേവൻ വ്യക്തമാക്കി തരുന്നത്. ഈ സ്ഥലങ്ങളിൽ സൂചിപ്പിക്കുന്നത് ആനന്ദമയ കോശത്തിനെയാണ്. പക്ഷെ നമ്മൾ ആദ്യം വിജ്ഞാനം, ആനന്ദം, ബ്രഹ്മ എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്ന ആ ഭാഗത്തിൽ വരുന്ന ആനന്ദമയം എന്നുള്ള വാക്ക് അത് സൂചിപ്പിക്കുന്നത് പക്ഷേ ബ്രഹ്മനെ തന്നെയാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ഏതം ആനന്ദമയം ആത്മാനം ഉപസംക്രാമതി എന്ന് പറയുമ്പോൾ അവിടെ ന തസ്യ ബ്രഹ്മ വിഷയത്വം അസ്തി. ആ വാക്യത്തിന് ബ്രഹ്മനല്ലാതിൻ്റെ വിഷയം. വികാര ആത്മനാം ഏവ അന്നമയാദീനാം അനാത്മനാം ഉപസംക്രമിതവ്യാനാം പ്രവാഹേ പഠിതത്വാത്. എന്തുകൊണ്ട്? ഈ പഠിതത്വാത് എന്ന് പറഞ്ഞാൽ പഠിച്ചത് കൊണ്ട്, അങ്ങനെ പറയുന്നത് കൊണ്ട്. പഠിതത്വാത് എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയുന്നത് കൊണ്ട്, അങ്ങനെ നമ്മൾ പഠിക്കുന്നത് കൊണ്ട്, അതായത് ഉപനിഷത്തിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നതിനെ നമ്മൾ അറിയുന്നത് കൊണ്ട്. അപ്പോൾ ഉപനിഷത്തിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് എന്താണ് പറഞ്ഞിരിക്കുന്നത്? വികാര ആത്മനാം ഏവ. വികാര ആത്മനാം ഏവ, അതായത് വികാര ആത്മന, അതായത് വികാരം എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ മാറ്റം എന്നാണ് അർത്ഥം. അപ്പോൾ മാറ്റം ഉള്ള, മാറുന്നതായിട്ടുള്ള എന്താണ് മാറുന്നത്? അന്നമയ ആദീനാം. അന്നമയ എന്ന് തുടങ്ങി ഉള്ളവ. അപ്പം അന്നമയ എന്ന് തുടങ്ങിയുള്ളവ അതെന്താണ്? അത് അന്നമയ കോശം, പ്രാണമയ കോശം, പിന്നെ മനോമയ കോശം, വിജ്ഞാനമയ കോശം, ആനന്ദമയ കോശം. അപ്പോൾ അന്നമയ എന്ന് തുടങ്ങിയിട്ടുള്ള ഈ 5 കോശങ്ങൾ, അതിൽ മാറ്റങ്ങളുണ്ട്. കാരണം അനിത്യമാണവ. അപ്പോൾ അനിത്യമായിരിക്കുന്നത് കൊണ്ട് അതിൽ മാറ്റം വരുന്നു. അത് അനാത്മനാം, അതൊക്കെ ആത്മാവല്ലാത്തതാണ്, അതൊക്കെ അനാത്മാവാണ്. അതായത് ആത്മാവല്ലാത്തതൊക്കെ അനാത്മാവായ. എന്തുകൊണ്ടാണ് അനാത്മാവായിരിക്കുന്നത്? ഉപസംക്രമിതവ്യാനാം. അത് ഉപസംക്രമിതവ്യാനാം, ഉപസംക്രാമം ചെയ്യുന്നത് കൊണ്ട് എന്ന് സംസ്കൃതത്തിൽ പറയുന്നു. ഉപസംക്രാമം എന്ന് വെച്ചാൽ തടയുന്നത് കൊണ്ട്. എന്തിനെ തടയുന്നു? ആത്മാവിൻ്റെ യഥാർത്ഥ സ്വരൂപത്തിനെ തടയുന്നു. ആത്മാവിൻ്റെ യഥാർത്ഥ സ്വരൂപത്തിനെ തടയാൻ കഴിയുമെന്ന് വെച്ചാൽ പറ്റില്ല. പക്ഷെ അജ്ഞാനം കൊണ്ട് തടയുന്ന പോലെ നമുക്ക് ഒരു പ്രതീതി, നമുക്കങ്ങനെ തോന്നുന്നു. അത് തടയുന്നു എന്നുള്ള ഒരു തോന്നൽ നമുക്കുണ്ടാവുന്നു. അപ്പോൾ ആ തോന്നൽ ഉണ്ടാകുമ്പോൾ അജ്ഞാനം, അവിദ്യ, മായ, അധ്യാസം എന്നൊക്കെ പറയുന്ന ഒരേ അജ്ഞാനം കൊണ്ട് അല്ലെങ്കിൽ അധ്യാസം കൊണ്ട്, അധ്യാസ ഭാഷ്യത്തിൽ ഭഗവത്പാദ ശങ്കരാചാര്യദേവൻ പറയുന്നുണ്ടല്ലോ, അതിനെ അധ്യാസ എന്ന് പറയാം, അവിദ്യ എന്ന് പറയാം, അജ്ഞാനം എന്ന് പറയാമെന്ന്. അപ്പോൾ ആ അവിദ്യ,
അവിദ്യ അവിദ്യാവിൻ്റെ തലത്തിൽ അത് ഉപസംക്രാമതി, അത് ആത്മാവിൻ്റെ യഥാർത്ഥ സ്വരൂപത്തിനെ തടയുന്നു. അങ്ങനെ പ്രവാഹേ പഠിതത്വാത്, ആ ക്രമത്തിൽ, ആ പ്രവാഹയെ എന്ന് വെച്ചാൽ ആ ക്രമത്തിൽ, ആ പരമ്പരയിൽ നമ്മൾ കാണുന്നത് കൊണ്ട്, ഉപനിഷത്തിൽ കാണുന്നത് കൊണ്ട്, ഇവിടെ അന്നമയ കോശം, പ്രാണമയ കോശം, വിജ്ഞാനം, മനോമയ കോശം, വിജ്ഞാനമയ കോശം, ആനന്ദമയ കോശം എന്ന ആ ക്രമത്തിൽ പറഞ്ഞു വരികയാണ്. ഇങ്ങനെ ഈ കോശങ്ങളല്ല യഥാർത്ഥ സ്വരൂപം എന്ന് പറഞ്ഞു വരുമ്പോൾ അവിടെ അവസാനമായി വരുന്നത് ആനന്ദമയ കോശമാണ്. അതുകൊണ്ട് അതിന് തൊട്ട് മുമ്പ് എന്താണ് സംസാരിച്ചത്? അത് വിജ്ഞാനമയ കോശത്തിനെ കുറിച്ചാണ്. അതുകൊണ്ട് ആ ക്രമത്തിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ആനന്ദമയം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് പൊതുവെ നമ്മൾ ഭാഷയിൽ, നമ്മൾ ഭാഷ പ്രയോഗിക്കുമ്പോൾ ആ ഭാഷയുടെ പ്രയോഗത്തിൽ നമ്മൾ ഓരോ കാര്യം മനസ്സിലാക്കുന്നത് ആ സന്ദർഭത്തിനെ അനുസരിച്ചാണ്. സന്ദർഭത്തിനെ അനുസരിച്ചാണ്. അപ്പോൾ ഒരേ വാക്ക് അല്ലെങ്കിൽ ഒരേ രീതിയിലുള്ള പ്രയോഗം, ആ പ്രയോഗം സന്ദർഭത്തിനനുസരിച്ച് അതിൻ്റെ അർത്ഥം മാറും. സന്ദർഭത്തിനനുസരിച്ച് അതിൻ്റെ അർത്ഥം മാറും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ അർത്ഥം മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അദ്വൈത വേദാന്ത തത്വശാസ്ത്രത്തിനെ പിന്തുടരുന്നവർ അവർ എന്ത് ചെയ്യുന്നു? അവർ ന്യായ തത്വശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ള യുക്തിനെ സ്വീകരിക്കുന്നു. ന്യായ തത്വശാസ്ത്രത്തിനെ സ്വീകരിക്കുന്നില്ല, പക്ഷെ അവിടെ ഉപയോഗിക്കുന്ന യുക്തി, അതായത് ലോജിക്ക്, അതിനെ സ്വീകരിക്കുന്നു. അതേപോലെ പതഞ്ജലിയുടെ യോഗ തത്വശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന മനസ്സിനെ, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനുള്ള വഴി, അതിനെ സ്വീകരിക്കുന്നു. അവരെയും തത്വശാസ്ത്രത്തിനെ സ്വീകരിക്കുന്നില്ല, പക്ഷെ ആ ഒരു ടെക്നീക്ക്, അതിനെ എന്താണ് വഴി, മനസ്സിനെയോ അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളെയോ നിയന്ത്രിക്കാനുള്ള വഴി എന്താണെന്നുള്ളത് പതഞ്ജലി യോഗസൂത്രത്തിൽ പറഞ്ഞ പോലെ നമുക്ക് സ്വീകരിക്കാം എന്ന് ഭഗവത് പാദ ആചാര്യ ശങ്കരാചാര്യദേവൻ തന്നെ പറയുന്നു. അപ്പോൾ അങ്ങനെ അതിനെ സ്വീകരിക്കുന്നു. അതേപോലെ മീമാംസ, പൂർവമീമാംസ എന്നറിയപ്പെടുന്ന ജൈമിനി മഹർഷി ഉന്നയിച്ച മീമാംസ എന്ന് പറയുന്ന തത്വശാസ്ത്രം, അതിൽ പറഞ്ഞിരിക്കുന്ന രീതി, എന്തിന്? വേദത്തിൻ്റെ അർത്ഥത്തിനെ മനസ്സിലാക്കാനുള്ള രീതി, അതിനെയാണ് വേദാന്തം അല്ലെങ്കിൽ അദ്വൈത വേദാന്തം സ്വീകരിക്കുന്നത്. അപ്പോൾ ആ മീമാംസ, അതിൽ ശരിക്കും ഭാഷയുടെ അർത്ഥം എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ് അവിടെ പ്രധാനപ്പെട്ട വിഷയം. കാരണം യജ്ഞകർമ്മങ്ങൾ, അതായത് വേദത്തിലുള്ള കർമ്മ അനുഷ്ഠാനങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് ധർമ്മ സൂത്രങ്ങൾ എന്നറിയപ്പെടുന്ന മീമാംസ സൂത്രങ്ങളുടെ ഉദ്ദേശം. അപ്പോൾ അഥാതോ ധർമ്മ ജിജ്ഞാസ എന്നത് തുടങ്ങും. അവിടെ ധർമ്മത്തിനെ അറിയാനുള്ള ആഗ്രഹം. അപ്പോൾ ഈ ധർമ്മത്തിനെ അറിയാനുള്ള ആഗ്രഹം എന്ന് പറഞ്ഞാൽ ധർമ്മം എന്താണ്? ഒരു വേദത്തിൽ വരുന്ന വാക്യം, നിർദ്ദേശം, അത് നമ്മളിൽ ഉണ്ടാക്കുന്ന പ്രചോദനം, അതാണ് ധർമ്മം. എന്തിൻ്റെ പ്രചോദനം? നമ്മൾ ആ വേദത്തിൽ പറഞ്ഞിരിക്കുന്ന കർമ്മം അനുഷ്ഠിക്കണം എന്നുള്ളതിനുള്ള പ്രചോദനം. അപ്പോൾ അതിന് ചോദന എന്ന് പറയും. അതാണ് ധർമ്മം. അപ്പോൾ അതിനെ മനസ്സിലാക്കണം. അതായത് വേദം നമുക്ക് നിർദ്ദേശിക്കുന്നതിന് പശ്ചാത്തലത്തിൽ, അത് നിർദ്ദേശിക്കുമ്പോൾ ആ നിർദ്ദേശം കേട്ട് നമ്മളിൽ ഉണ്ടാകുന്ന പ്രേരണ, ഒരു ആ വേദകർമ്മം അനുഷ്ഠിക്കണം എന്നുള്ളതിന് പ്രേരിപ്പിക്കുന്നു വേദം. അപ്പോൾ അത് മനസ്സിലാക്കണം. അപ്പോൾ അത് മനസ്സിലാക്കണമെങ്കിൽ വേദത്തിൽ വരുന്ന വാക്യങ്ങളുടെ അർത്ഥം എങ്ങനെയാണ് തീരുമാനിക്കേണ്ടത് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് തന്നെ വാക്യങ്ങളിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നത് വലിയ ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ടാണ് മീമാംസ തത്വശാസ്ത്രജ്ഞർ അതിനെ കാണുന്നത്. അതുകൊണ്ട് അവരതിനെ നല്ലോണം ആ വഴി, ആ രീതി കണ്ടെത്തിയിരിക്കുന്നു. അപ്പോൾ അവിടെ അവർ ഉദാഹരണം പറയും. എന്താണ്? ഒരു ചെറിയ കുട്ടി, ചെറിയ കൊച്ചെന്ന് വെച്ചാൽ ബാലകൻ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു. ഇപ്പോൾ ബാലകൻ ഇപ്പോൾ ഭാഷ പഠിപ്പിച്ച് വരുന്നേ ഉള്ളൂ, ഓരോ വാക്കും ഇങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് വരുന്നേ ഉള്ളൂ. അപ്പോൾ
ആ ബാലകൻ എന്ത് ചെയ്യുന്നു? ഇപ്പൊ ബാലകൻ കുറെയൊക്കെ തത്ത, ഇപ്പൊ ആശ്രമത്തിലൊരു തത്തയുണ്ട്. അപ്പൊ അതുപോലെ തത്ത ഇന്ന് ഓണത്തിന്റെ ദിവസം ഷുക്ക ഷുക്ക എന്ന് അതിന്റെ പേര് ഇന്ന് 3 പ്രാവശ്യം പറഞ്ഞു. അപ്പൊ അതുപോലെ തത്ത പതിയെ ഇങ്ങനെ വാക്കൊക്കെ കേട്ട് കേട്ട് പതിയെ അത് സംസാരിച്ചു വരുന്നു. അതുപോലെ ബാലകൻ മനുഷ്യ കുട്ടി, ആ ചെറിയ മോൻ, അവൻ എന്ത് ചെയ്യുന്നു? ആ കുട്ടി പതിയെ എല്ലാവരും സംസാരിക്കുന്നത് കേട്ട് അതിനെ അനുകരിച്ച് വരുന്നു. അപ്പോൾ മനസ്സിലാക്കിക്കൊണ്ട് വരുന്നേ ഉള്ളൂ. അപ്പോൾ ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ എന്താകുന്നു? ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ കഴിക്കുന്ന ആള് മറ്റൊരാളുടെ അടുത്ത് പറയുന്നു സൈന്ധവം ആനയ എന്ന് പറയുന്നു. അപ്പോൾ സൈന്ധവം എന്ന് വെച്ചാൽ എന്താണ്? സിന്ധു രാജ്യത്തിൽ കിട്ടുന്ന എന്നാണ് അർത്ഥം. അല്ലെങ്കിൽ സിന്ധു എന്ന് വെച്ചാൽ സമുദ്രം എന്നുള്ള അർത്ഥവുമുണ്ട്. അപ്പോൾ സമുദ്രത്തിൽ ലഭിക്കുന്ന, അല്ലെങ്കിൽ സിന്ധു രാജ്യത്തിൽ. സിന്ധു എന്ന് വെച്ചാൽ എന്താണ്? സിന്ധു എന്നുള്ള നദീൻ്റെ അപ്പുറത്ത് ഉള്ള. അപ്പോൾ അവിടെ ഉള്ള ആൾക്കാർ നമ്മുടെ രാജ്യത്തിനെയൊക്കെ സിന്ധു എന്ന് പറയും, നമ്മൾ അവരെ സിന്ധു എന്ന് പറയും. അങ്ങനെയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ സൈന്ധവം എന്ന് പറഞ്ഞാൽ 2 അർത്ഥമാണ് ഉള്ളത്. ആദ്യത്തെ അർത്ഥം എന്താണ്? ഈ സിന്ധു രാജ്യം എന്ന് പറയുമ്പോൾ അറബി രാജ്യത്തിൻ്റെ കുതിര എന്നാണ് ആദ്യത്തെ അർത്ഥം. അപ്പോൾ ഈ ചെക്കൻ വിചാരിക്കുന്നു, ഇപ്പോൾ ഇതെന്താ സംഭവിച്ചത്? ഇവരിങ്ങനെ ഭക്ഷണത്തിൻ്റെ നടുക്ക് എന്തിനാ കുതിര ആവശ്യപ്പെടുന്നത് എന്നുള്ളത് അപ്പോഴാണ് ഉപ്പ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഉപ്പ് എന്താണ്? ഉപ്പ് സമുദ്രത്തിൽ നിന്ന് എടുക്കുന്നതാണ്. അതിനും സൈന്ധവം എന്നാണ് പേര്. അതിനും അതിൻ്റെ അർത്ഥം അത് തന്നെ, ഉപ്പാണ്. അപ്പോൾ ഉപ്പ് എന്നുള്ള അർത്ഥത്തിനും ഒരേ വാക്ക് തന്നെയാണ് സൈന്ധവം. അപ്പോൾ ആ കുട്ടി മനസ്സിലാക്കുന്നു, ഓഹോ, അപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ സൈന്ധവം ആനയെന്ന് വെച്ചാൽ കൊണ്ടുവരൂ എന്നാണ് അർത്ഥം. അപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ സൈന്ധവം ആനയ എന്ന് ഊണ് കഴിക്കുമ്പോൾ പറഞ്ഞാൽ അത് ഉപ്പ് കൊണ്ടുവരണം എന്നാണ് അത് സൂചിപ്പിക്കുന്നത്, അല്ലാതെ കുതിര കൊണ്ടുവരണം എന്നല്ല. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ, അപ്പോൾ ആ സന്ദർഭത്തിൽ അത് മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ അന്നമയകോശം, പ്രാണമയകോശം, മനോമയകോശം, വിജ്ഞാനമയകോശം, ആനന്ദമയകോശം, അങ്ങനെ ആ ക്രമത്തിൽ പറഞ്ഞു വരുമ്പോൾ വിജ്ഞാനമയകോശം വരെ പറഞ്ഞു. അത് ആ പരമ്പരയിൽ വരുമ്പോൾ അവസാനം വരുന്നത് തീർച്ചയായിട്ടും ആനന്ദമയകോശം തന്നെയായിരിക്കും എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം എന്നാണ് പറയുന്നത് ഇവിടെ. പക്ഷേ വേറൊരു കാര്യം നമുക്കെന്ന് മനസ്സിലാക്കണം. നമ്മൾ ഏത് വാക്യമാണോ ആദ്യം നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്, ആദ്യം മുതൽ ആ വാക്യത്തിൽ ആനന്ദമയ എന്ന് വരുമ്പോൾ അത് ബ്രഹ്മനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. കാരണം ആ സന്ദർഭത്തിൽ വേറെ അതിന് തൊട്ടു മുമ്പും അത് കഴിഞ്ഞിട്ടും ബ്രഹ്മനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെ ആനന്ദമയ കോശത്തിനെ കുറിച്ചല്ല പറയുന്നത്, മറിച്ച് ആനന്ദമയം ആയിരിക്കുന്ന ബ്രഹ്മനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ പൂർവപക്ഷം നമ്മൾ ആദ്യം കണ്ടിട്ടുണ്ട്. പൂർവപക്ഷം എന്ന് പറയുമ്പോൾ അദ്വൈത വേദാന്തം ഉന്നയിക്കുന്ന ഭഗവത്പാദ ശങ്കരാചാര്യദേവൻ തന്നെ പറയുന്നതാണ് ഈ പൂർവപക്ഷം. അതെന്ന് വെച്ചാൽ എന്താണ്? എതിരായുള്ള തത്വശാസ്ത്രം, അദ്വൈത വേദാന്തം സ്വീകരിക്കാതെ നിലപാട് സ്വീകരിക്കുന്ന തത്വശാസ്ത്രം, അവർക്ക് ഇതിൽ എന്തായിരിക്കും, അവർക്ക് ഇതിൽ വിഷമം, അല്ലെങ്കിൽ അവർക്ക് ഇതിൽ എന്തായിരിക്കും പ്രശ്നം എന്നുള്ളതിനെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ആരാണോ ഭാഷ്യം എഴുതുന്നത്, അതായത് ഇവിടെ ഭഗവത്പാദ ശങ്കരാചാര്യദേവൻ അങ്ങ് തന്നെ അതിനെ ഉന്നയിക്കുന്നു. അതാണ് പൂർവപക്ഷം. പൂർവപക്ഷം എന്ന് വെച്ചാൽ, പൂർവ എന്ന് വെച്ചാൽ ഉമ്മർത്ത്, പക്ഷം എന്ന് വെച്ചാൽ വാദം എന്നാണ്. അപ്പോൾ നമ്മുടെ ഉമ്മർത്തിരിക്കുന്ന വ്യക്തിൻ്റെ വാദം, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയുടെ വാദം, അങ്ങനെ പറയാൻ പറ്റില്ല, കാരണം ഇതിങ്ങനെയാണ് എന്ന് അതിനെ എതിർപ്പ്, ഇതാണ് പൂർവപക്ഷം. അപ്പോൾ ആ പൂർവപക്ഷത്തിനെ ഇവിടെ സ്വയം എഴുതുന്ന വ്യക്തി തന്നെ ആരാണോ ആ സിദ്ധാന്തം എന്ന് വെച്ചാൽ ഏത് തത്വശാസ്ത്രത്തിനെയാണോ തെളിയിക്കാൻ, തത്വശാസ്ത്രത്തിനെയാണോ മനസ്സിലാക്കി കൊടുക്കാൻ ഭാഷ്യം എഴുതുന്നത്, ഇവിടെ ശങ്കരാചാര്യദേവനായതുകൊണ്ട് അദ്വൈത വേദാന്തത്തിനെ തെളിയിക്കാനാണ് ഈ ഭാഷ്യം എഴുതുന്നത്. അപ്പോൾ ആ അദ്വൈത വേദാന്തത്തിനെതിരായുള്ള എല്ലാ തത്വശാസ്ത്രത്തിനെയും അവർ ഉന്നയിച്ച് അവർ ചോദ്യങ്ങൾ ചോദിക്കുന്ന പോലെയും അവർ ഇതിനെ എതിർക്കുന്ന പോലെയും ഉന്നയിച്ച് അതിൻ്റെ മറുപടി കൊടുക്കും. അതാണ് പൂർവപക്ഷം. അപ്പോൾ ഇവിടെ ഈ പൂർവപക്ഷം പറയുന്നു നനു എന്ന് വെച്ചാൽ അല്ല,
അല്ലെങ്കിൽ അങ്ങനെ പറ്റില്ല. ഇപ്പോൾ ഈ കോടതിൻ്റെ ശരിക്കുള്ള കോടതി അങ്ങനെ ആയിരിക്കില്ല ചിലപ്പോൾ, പക്ഷേ ഈ സിനിമയിലൊക്കെ കോടതി സീൻ കാണിക്കുന്നില്ല. ഒബ്ജെക്ഷൻ യുവർ ഓണർ എന്ന് പറയും. അപ്പോൾ ഒബ്ജെക്ഷൻ, അതാണ് ഈ പൂർവപക്ഷം. എന്താണ്? നനു ആനന്ദമയസ്യ ഉപസംക്രമിതവ്യസ്യ അന്നമയാദിവത് അബ്രഹ്മത്വേ സതി നൈവ വിദുഷോ ബ്രഹ്മപ്രാപ്തിഫലം നിർദ്ദിഷ്ടം ഭവേത്. അപ്പോൾ പറയുന്നത് ആനന്ദമയസ്യ, അതായത് ഉപസംക്രമിതവ്യസ്യ അന്നമയാദിവത്, അതായത് ആനന്ദമയം എന്നറിയപ്പെടുന്ന അന്നമയം എന്നിങ്ങനെ തുടങ്ങിയുള്ള കോശങ്ങളിൽ ഒന്നാണെങ്കിൽ അതുപോലെ അല്ല ബ്രഹ്മനെങ്കിൽ ആദിവത് അബ്രഹ്മത്വേ സതി, അതായത് ബ്രഹ്മന്റെ സ്വരൂപം ആ ആനന്ദമയ കോശത്തിൽ നിന്ന് തുടങ്ങിയിട്ടുള്ള, അല്ലെങ്കിൽ ആനന്ദമയല്ല അന്നമയ കോശത്തിൽ നിന്ന് തുടങ്ങിയിട്ടുള്ള ആനന്ദമയ കോശം വരെ ഉള്ള കോശങ്ങൾ പോലെയല്ല ബ്രഹ്മന്റെ സ്വരൂപമെങ്കിൽ, അപ്പോ നൈവ വിദുഷോ ബ്രഹ്മപ്രാപ്തി സതി, അങ്ങനെയാണെങ്കിൽ നൈവ വിദുഷോ ബ്രഹ്മപ്രാപ്തി ഫലം നിർദ്ദിഷ്ടം ഭവേത്. അപ്പോൾ ഈ വിദ്വാൻമാർ, അതായത് വിദുഷോ എന്ന് വെച്ചാൽ വിദ്വാൻമാർ, അവർക്ക് ബ്രഹ്മപ്രാപ്തി ഫലം നിർദ്ദിഷ്ടം നൈവ ഭവേത്, അതായത് അവർക്ക് അവർക്ക് ശ്രുതി എന്ന് വെച്ചാൽ വേദങ്ങളിൽ വിദ്വാൻമാർക്ക് ബ്രഹ്മജ്ഞാനം ലഭിക്കുന്നതിനെ ഫലമായി പറഞ്ഞിട്ടില്ലേ, അതായത് അതിനെ ലക്ഷ്യമായി പറഞ്ഞിട്ടില്ലേ. അപ്പോൾ പിന്നെ അങ്ങനെ പറഞ്ഞിരിക്കുന്നല്ലോ, അതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ പറഞ്ഞിരിക്കുന്നല്ലോ, അതായത് ബ്രഹ്മജ്ഞാനമാണ് ലക്ഷ്യം എന്ന് പണ്ഡിതന്മാർക്ക്, അതായത് വിദ്വാൻമാർക്ക്, വിദ്വാൻ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ ഇവര് അർത്ഥം തത്വജ്ഞാനത്തിനെ, പരമ ആത്മാവിനെ കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവർ. അപ്പോൾ അവർക്ക് അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. അത് ബ്രഹ്മപ്രാപ്തി, അതായത് ബ്രഹ്മപ്രാപ്തി ഫലം, അതായത് അവരുടെ ഫലം അല്ലെങ്കിൽ ലക്ഷ്യം അതെന്താകണം? ബ്രഹ്മജ്ഞാനം നേടുന്നതാകണം. അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത് എന്നാണ് ചോദ്യം. അപ്പോൾ അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് ഇവിടെ അന്നമയ കോശത്തിൽ നിന്ന് തുടങ്ങി പിന്നെ പ്രാണമയ, മനോമയ, വിജ്ഞാനമയ, ആനന്ദമയ എന്ന കോശങ്ങൾ അത് ബ്രഹ്മനല്ല എന്ന് പറയാൻ കാരണം എന്താണ്? അതായത് ഇവിടെ പണ്ഡിതന്മാർക്കും അല്ലെങ്കിൽ വിദ്വാൻമാർക്കും ബ്രഹ്മജ്ഞാനമാണ് ആവശ്യം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആ ബ്രഹ്മജ്ഞാനത്തിനെ കുറിച്ച് പറഞ്ഞാൽ പോരെ. ഇവിടെ ബ്രഹ്മൻ അല്ലാത്തതിനെ കുറിച്ച് എന്തിനാണ് പറയേണ്ടത്? അല്ലെങ്കിൽ ബ്രഹ്മജ്ഞാനം ആർക്കാണോ കിട്ടേണ്ടത് എന്ന് പറഞ്ഞിരിക്കുന്നത് അവർക്ക് ബ്രഹ്മജ്ഞാനത്തിനെ കുറിച്ച് പറഞ്ഞാൽ പോരെ. ഇവിടെ ഈ അന്നമയ കോശം, മനോമയ കോശം, പ്രാണമയ കോശം എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ എന്നാ അതും അറിഞ്ഞിരിക്കണം എന്നല്ല അർത്ഥമാവുന്നത്, ആ കോശങ്ങളിലെ ജ്ഞാനവും വേണം എന്നല്ല അർത്ഥമാവുന്നത്. അല്ലെങ്കിൽ എന്തിനാ പറയുന്നത് ശ്രുതി എന്നുള്ളതാണ് ഇവിടെ ചോദ്യം. അപ്പോൾ തീരെ ഈ കോശങ്ങളെ അങ്ങനെ നിരസിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ സിദ്ധാന്തി പറയുന്നു നാ ഏഷ ദോഷ ഹെ, അല്ല അതുകൊണ്ടൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല. അതൊന്നും ദോഷമല്ല. എന്ത് ദോഷമല്ല? അങ്ങനെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അന്നമയ കോശം, പ്രാണമയ കോശം, മനോമയ കോശം, വിജ്ഞാനമയ കോശം, പിന്നെ ആനന്ദമയ കോശം, ഈ കോശങ്ങളൊക്കെ എല്ലാം ആത്മാവല്ല, അനാത്മാവാണ്. അതായത് ആത്മാവല്ലാത്തതാണ്, സത്തല്ല, അസത്താണ്. സത്ത് എന്ന് വെച്ചാൽ എപ്പോഴും നിലനിൽക്കുന്ന, ശാശ്വതമായിരിക്കുന്ന. അസത്ത് എന്ന് വെച്ചാൽ ശാശ്വതമല്ലാത്ത. അങ്ങനെ എന്ന് പറയുമ്പോൾ അത് ഒന്നും തെറ്റൊന്നുമില്ല, അതുകൊണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല. കാരണം ആനന്ദമയ ഉപസംക്രമണ നിർദ്ദേശേനൈവ പുച്ഛപ്രതിഷ്ഠാഭൂത ബ്രഹ്മപ്രാപ്തേഹേ ഫലസ്യ നിർദ്ദിഷ്ടത്വാത്. കാരണം ഈ ആനന്ദമയ ഉപസംക്രമണ നിർദ്ദേശേനൈവ, ആനന്ദമയ എന്നുള്ള ആ വാക്കിലൂടെയാണ്, അതായത് ആനന്ദമയ
ഉപസംക്രമണ ആനന്ദമയ കോശത്തിനെ കുറിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ ആ ആനന്ദമയ കോശത്തിനെ കുറിച്ച് പറയുന്ന ആ സ്ഥലത്തിൽ എത്തിപ്പെടുമ്പോൾ, അതിനെക്കുറിച്ച് വ്യാഖ്യാനിക്കുമ്പോൾ, അപ്പോഴാണ്, അങ്ങനെയാണ്, ആ വ്യാഖ്യാനത്തിലൂടെയാണ് നിർദ്ദേശേനൈവ, അതായത് ഈ ആനന്ദമയ കോശം. അപ്പോൾ ആനന്ദമയ കോശം അവസാനത്തെ കോശമാണല്ലോ. അതിനു മുമ്പ് 4 കോശങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അന്നമയ കോശം, പ്രാണമയ കോശം, മനോമയ കോശം, വിജ്ഞാനമയ കോശം, പിന്നീടാണ് ആനന്ദമയ കോശത്തിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ആനന്ദമയ കോശത്തിലെ അതിനെക്കുറിച്ച് പറയുമ്പോൾ, നിർദ്ദേശിക്കുമ്പോൾ, ആ നിർദ്ദേശം വഴി തന്നെ പുച്ഛപ്രതിഷ്ഠാഭൂത ബ്രഹ്മപ്രാപ്തേഹേ, പുച്ഛ ബ്രഹ്മപുച്ഛം പ്രതിഷ്ഠ എന്ന് പറയുന്നു. അതായത് ആ ഒരു പക്ഷിയോടാണ് ഉപമിക്കുന്നത്. അപ്പോൾ ആ പക്ഷീന് എന്താണ് അതിൻ്റെ അടിത്തറ, എന്താണ് അതിനെ ഒരു സമനില തെറ്റാതെ നിർത്തിവെക്കുന്നത്, ബാലൻസ് തെറ്റാതെ നിർത്തിവെക്കുന്നത്? അത് അതിൻ്റെ വാലാണ്, അതിൻ്റെ വാലാണ്. അപ്പോൾ ആ ബ്രഹ്മപുച്ഛം പ്രതിഷ്ഠ, വാലില് പ്രതിഷ്ഠിതമായിരിക്കുന്നു, അതായത് അതിൻ്റെ കേന്ദ്രം വാലിൽ പ്രതിഷ്ഠമായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഭൂത ബ്രഹ്മപ്രാപ്തേഹേ ഫലസ്യ നിർദ്ദിഷ്ടത്വാത്, അതായത് അത് വാലായിരിക്കുന്നു. അത് വാലിന് എന്തുകൊണ്ടാണ്? വാല് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ ഹെലികോപ്റ്ററിലൊക്കെ കണ്ടിട്ടുണ്ട്, വാല് ഉണ്ടാവണം, വാലിലും അത് കറങ്ങിക്കൊണ്ടിരിക്കണം, പിന്നെ മുകളിലും കറങ്ങിക്കൊണ്ടിരിക്കണം. അപ്പോഴേ ആ ഒരു ബാലൻസ്, സന്തുലനം ഉണ്ടാവാൻ പറ്റുള്ളൂ. അപ്പോൾ വാലും അടിത്തറയും അവിടെ ഉണ്ട്, വാലും ആധാരവും അവിടെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ബ്രഹ്മപ്രാപ്തേഹേ ഫലസ്യ നിർദ്ദിഷ്ടത്വാത്, ഈ ബ്രഹ്മന്റെ ജ്ഞാനം കിട്ടണം എന്നുള്ള ലക്ഷ്യം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫലം വേണം എന്നുള്ള കാര്യം ആരാണ് പറയുന്നത്? വേദം തന്നെയാണ് പറയുന്നത്. തദപ്യേഷ ശ്ലോകോ ഭവതി, തദ് അപി ഏഷ ശ്ലോകോ ഭവതി, അതിൽ ഇങ്ങനെയും ഈ ശ്ലോകമും ഉണ്ട് എന്ന് പറയുന്നു തൈത്രീയ ഉപനിഷത്ത്. പിന്നെ മാത്രമല്ല അവിടെ നിൽക്കുന്നില്ല, പിന്നെ പറയുന്നത് യതോ വാചോ നിവർത്തന്തെ ഇത്യാദിന ച പ്രപഞ്ചമാനത്വാത്, അതിനെ പ്രപഞ്ചിക്കുന്നു എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൻ്റെ വാക്കാണ് പ്രപഞ്ചമാനത്വാത്, അതായത് പ്രപഞ്ചിക്കുന്നത് കൊണ്ട്, വ്യാഖ്യാനിക്കുന്നത് കൊണ്ട്. പ്രപഞ്ചയതി എന്ന് പറഞ്ഞാൽ വ്യാഖ്യാനിക്കുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ വ്യാഖ്യാനിക്കുന്നത് കൊണ്ട് എന്തിനെ വ്യാഖ്യാനിക്കുന്നു? ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ, അന്നമയ കോശം, പ്രാണമയ കോശം, മനോമയ കോശം, വിജ്ഞാനമയ കോശം, ആനന്ദമയ കോശം, ഈ കോശങ്ങളിനെ വ്യാഖ്യാനിച്ചതിലൂടെ ബ്രഹ്മൻ വാലായിരിക്കുന്നു, അല്ലെങ്കിൽ ബ്രഹ്മൻ അടിത്തറയായിരിക്കുന്നു, ആധാരമായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ ബ്രഹ്മനെ നമുക്ക് അറിയണം, ആ ബ്രഹ്മന്റെ ബോധം നമുക്ക് കിട്ടണം എന്ന് നിർദ്ദേശിക്കുന്നത് ശ്രുതി തന്നെയാണ്. എങ്ങനെ മനസ്സിലാവുന്നു? കാരണം ആ ബ്രഹ്മനെ നമുക്ക് മനസ്സിലാക്കണം എന്നുള്ളതിനെ പറഞ്ഞുകൊണ്ട്, പിന്നെ അത് കഴിഞ്ഞ് യതോ വാചോ നിവർത്തന്തെ, എതിൽ നിന്നാണോ വാക്ക് മടങ്ങി വരുന്നത് എന്നുള്ള ആ വാക്കുകൾ തുടങ്ങി ബ്രഹ്മനെ കുറിച്ച് വിശദമായി വ്യാഖ്യാനിക്കുന്നു. ഇപ്പോൾ പൊതുവേ നമ്മൾ എവിടെയെങ്കിലും പോകണം എന്ന് വെച്ചോളൂ, ഇപ്പോൾ വയനാട് പോകണം എന്ന് പറഞ്ഞാൽ, അപ്പോൾ വയനാട് പോകണം, അപ്പോൾ രാധുജി നമുക്ക് വയനാട് പോകാം അങ്ങനെ എന്ന് പറഞ്ഞാൽ എന്താവുന്നു? വയനാട് പോകാനുള്ള കാര്യങ്ങൾ, എങ്ങനെ പോകണം, അല്ലെങ്കിൽ വയനാട്ടിൽ എന്തൊക്കെ ഉണ്ട്, എന്തൊക്കെ കാണണം, എവിടെ താമസിക്കണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യാൻ തുടങ്ങും, അത് തീരുമാനിക്കാൻ തുടങ്ങും. അതുപോലെ തന്നെ ഇവിടെ ബ്രഹ്മനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ട് ആ ബ്രഹ്മൻ എന്താണ്, ബ്രഹ്മന്റെ ലക്ഷണം എന്താണ് എന്നുള്ളതൊക്കെ വിശദമായി വ്യാഖ്യാനിക്കുന്നു. അത് അവിടെയാണ്, ആ ഭാഗത്തിലാണ് ഈ വാക്കുകൾ വരുന്നത്. യതോ വാചോ നിവർത്തന്തെ, എവിടെ നിന്നാണോ വാക്കുകൾ മടങ്ങി വരുന്നത് എന്ന്. അപ്പം അതുകൊണ്ട് അങ്ങനെ ബ്രഹ്മനെ വ്യാഖ്യാനിച്ചിരിക്കുന്നത് കൊണ്ട് ഇവിടെ ബ്രഹ്മനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഇവിടെ ആനന്ദമയ കോശം വരെയുള്ള കോശങ്ങൾ അതിനെക്കുറിച്ച് പറയുന്നത് തെറ്റല്ല എന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ
ബ്രഹ്മനെ ആണ് നമുക്ക് ബോധപ്പെടേണ്ടത് എങ്കിൽ, അല്ലെങ്കിൽ ആത്മാവിൻ്റെ ജ്ഞാനമാണ് കിട്ടണമെങ്കിൽ, അപ്പോൾ വെറുതെ ഈ ആ 5 കോശങ്ങളെ കുറിച്ച് എന്തിനാ പറയേണ്ടത് എന്നുള്ളതായിരുന്നല്ലോ ചോദ്യം. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. അത് ആ പരമ്പരയിലൂടെ മനസ്സിലാക്കി കൊടുത്ത് പിന്നെ അവസാനം ബ്രഹ്മനെ കുറിച്ചാണ് പറയുന്നത്. ബ്രഹ്മജ്ഞാനം കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അതിനെ വ്യാഖ്യാനിക്കാൻ തുടങ്ങുന്നു. അതായത് ബ്രഹ്മന്റെ ലക്ഷണത്തിനെ വ്യാഖ്യാനിക്കാൻ തുടങ്ങുന്നു. യാതു ആനന്ദമയ സന്നിധാനേ സ അകാമയത ബഹുസ്യാം പ്രജായേയതി ഇതി ഇയം ശ്രുതി ഉദാഹൃത സാ ബ്രഹ്മപുച്ഛം പ്രതിഷ്ഠ ഇതി അനേന സന്നിഹിതതരേന ബ്രഹ്മണ സംബന്ധ്യമാന ആനന്ദമയസ്യ ബ്രഹ്മതാം പ്രതിബോധയതി. ഇപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? യാതു ആനന്ദമയ സന്നിധാനേ, ഈ യഥോ വാചോ നിവർത്തന്തെ എന്നുള്ളതിൽ വിസ്തരിക്കുന്നത് അല്ലെങ്കിൽ വ്യാഖ്യാനിക്കുന്നത് ആ ബ്രഹ്മനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ മാത്രമല്ല, ആനന്ദമയ സന്നിധാനെ, ആനന്ദമയ എന്നുള്ള വാക്ക്, ആ വാക്കിൻ്റെ അടുത്ത് തന്നെ, അതിൻ്റെ സാന്നിധ്യത്തിൽ എന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷെ സാന്നിധ്യം എന്ന് വെച്ചാൽ ആ വാക്കിൻ്റെ അടുത്ത് തന്നെ സഹ അകാമയത എന്നുള്ള ആ ശ്രുതി ഇവിടെ ഉദ്ധരിച്ചിരിക്കുന്നു. സഹ അകാമയത ബഹുസ്യാം പ്രജായേയതി. അത് വിചാരിച്ചു, അതെന്ന് വെച്ചാൽ പരമതത്വം ആഗ്രഹിച്ചു. അകാമയത ആഗ്രഹിച്ചു. എന്താണ്? ബഹുസ്യാം പ്രജായേയതി, ഞാൻ പലതാകണം എന്ന് ആഗ്രഹിച്ചു. അങ്ങനെയെന്നുള്ള ആ ശ്രുതിനെ ഇവിടെ ഉദ്ധരിക്കുകയാണ്. ഇങ്ങനെ ശ്രുതി ഉദാഹൃത, അങ്ങനെ ശ്രുതിനെ ഉദ്ധരിച്ചുകൊണ്ട് ബ്രഹ്മപുച്ഛം പ്രതിഷ്ഠ ഇത്യനേന, ആ ബ്രഹ്മൻ, അത് വാല് എന്നുള്ള അടിത്തറ, അല്ലെങ്കിൽ ബ്രഹ്മൻ എന്നുള്ള അടിത്തറയിലാണ് എല്ലാം നടക്കുന്നത്. ഈ പ്രപഞ്ചം തന്നെ വിസ്തരിക്കുന്നത്, വളരുന്നത് അങ്ങനെയാണ് എന്ന് ഇത്യനേന എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് സന്നിഹിതതരേന അതിൻ്റെ അടുത്തുള്ള സന്നിഹിതതരേന അതിനെ ബ്രഹ്മണ സംബന്ധമാന അനാനന്ദമയസ്യ ബ്രഹ്മതാം പ്രതിബോധയതി, അതിനെ നമുക്ക് മനസ്സിലാക്കി തരുന്നു. പ്രതിബോധയതി എങ്ങനെ? സന്നിഹിതതരേന, സന്നിഹിതതമ സന്നിഹിതതര. സന്നിഹിത എന്ന് വെച്ചാൽ അടുത്ത്, സന്നിഹിതതമ എന്ന് വെച്ചാൽ കുറച്ചും കൂടി അടുത്ത്, സന്നിഹിതതര എന്ന് വെച്ചാൽ വളരെ അടുത്ത്. നിയറസ്റ്റ് അല്ലെങ്കിൽ നിയറസ്റ്റ്. അപ്പോൾ അങ്ങനെ, അപ്പോൾ ഈ ബ്രഹ്മൻ എന്നുള്ളത് അത് നമ്മുടെ അടുത്ത് തന്നെയാണ്, അത് വളരെ അടുത്താണ്, ഏറ്റവും അടുത്തായിട്ടുള്ള ബ്രഹ്മനാണ്. സന്നിഹിതതരേന ബ്രഹ്മണ സംബന്ധ്യമാന ആനന്ദമയസ്യ ബ്രഹ്മതാം പ്രതിബോധയതി. ആ ആനന്ദമയത്തിൻ്റെ ബ്രഹ്മൻ, അതായത് ഈ ബ്രഹ്മന് ആനന്ദമയമാണ്, ആനന്ദ സ്വരൂപിയാണ് എന്നുള്ള ആ ബോധം, എന്നുള്ള ആ തിരിച്ചറിവ് നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? കാരണം ബ്രഹ്മപുച്ഛം പ്രതിഷ്ഠ എന്നുള്ള ആ വാക്യത്തിലൂടെ നമുക്ക് സന്നിഹിതതര എന്ന് വെച്ചാൽ വളരെ അടുത്തുള്ള ബ്രഹ്മനോട് സംബന്ധ്യമാന, അതോട് അതിൻ്റെ ബന്ധം നമുക്ക് തെളിയിച്ചു തരുന്നു, മനസ്സിലാക്കി തരുന്നു. ബ്രഹ്മതാം ആനന്ദമയസ്യ ബ്രഹ്മതാം പ്രതിബോധയതി. ആ ആനന്ദമയ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അത് ബ്രഹ്മനാണ് എന്നുള്ളത് നമുക്ക് തിരിച്ച് അറിയിക്കുന്നു. തദപേക്ഷത്വാത് ച ഉത്തരസ്യ ഗ്രന്ഥസ്യ രസോ വൈ സഹ ഇത്യാദേഹേ ന ആനന്ദമയ വിഷയത. പക്ഷേ തദ് അപേക്ഷത്വാത് ച ഉത്തരസ്യ ഗ്രന്ഥസ്യ, അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്? ഈ ബ്രഹ്മനാണ് ആനന്ദമയം എന്ന് പറയുമ്പോൾ അതിനെ ആ പരമ്പരയിൽ
നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന കണ്ടിന്യൂറ്റി, ആ പരമ്പരയിൽ അതിനൊരു തുടർച്ച അത് കാണുന്നു. അപേക്ഷത്വാത്, അതായത് തുടർച്ച ശരിക്കും അക്ഷരാർത്ഥം നോക്കിയാൽ അത് ആവശ്യപ്പെടുന്നു എന്നാണ്. അപ്പോൾ അങ്ങനെയല്ല, അവിടെ തുടർച്ച ഉണ്ടാവുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഉത്തരസ്യ ഗ്രന്ഥസ്യ, അതായത് അത് കഴിഞ്ഞു വരുന്ന ഭാഗത്തിൽ, ഉപനിഷത്ത് തൈത്രിയ ഉപനിഷത്തിൽ അത് കഴിഞ്ഞു വരുന്ന ഭാഗത്തിൽ രസോ വൈ സഹ, രസോ വൈ സഹ, അത് എല്ലാം രസമാണ്, രസമയമാണ് എന്ന് പറയുമ്പോൾ ഇത്യാദേഹേ ന ആനന്ദമയ വിഷയത. അപ്പൊ അവിടെ അങ്ങനെ പറയുമ്പോൾ ഇത് ഒന്നും തന്നെ ആനന്ദമയ കോശത്തിനോട് ബന്ധപ്പെട്ടതല്ല, മറിച്ച് ബ്രഹ്മനോട് ബന്ധപ്പെട്ടതാണ്. കാരണം അവിടെ സഹ എന്ന് പറയുന്നു, അതിനു മുമ്പ് സഹ അകാമയത്ത എന്ന് പറയുന്നു. അപ്പൊ സഹ എന്ന് പറഞ്ഞാൽ അത് എന്ന് പറയാം, ബ്രഹ്മൻ എന്ന് പറയാം. സഹ എന്ന് പറഞ്ഞാൽ ശരിക്കും അവൻ എന്നാണ് അർത്ഥം. അപ്പോൾ അങ്ങനെ പറയാം. അപ്പോൾ ആദ്യം യഥോ വാച്ചോ നിവർത്തനത്തെ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ബ്രഹ്മനെ തന്നെയാണ്. അത് കഴിഞ്ഞ് സഹ അകാമയത്ത എന്ന് പറയുമ്പോൾ അത് ആഗ്രഹിച്ചു എന്ന് പറയുമ്പോൾ അവിടെയും ബ്രഹ്മനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ രസോ വൈ സഹ എന്ന് പറയുമ്പോൾ ആ സഹവും ചൂണ്ടിക്കാണിക്കുന്ന ബ്രഹ്മനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ആനന്ദമയത്തിനെ കുറിച്ചല്ല പറയുന്നത്. ആനന്ദമയം എന്നുള്ളത് ഇവിടെ ഒരിക്കലും വിഷയം ആകുന്നില്ല എന്നാണ് ഭഗവത്പാദ ശങ്കരാചാര്യദേവൻ പറയുന്നത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ശ്രീരാമകൃഷ്ണാർപ്പണമസ്തു.